മോൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങുമ്പോ എത്ര സ്നേഹത്തോടെയാ പിതാവ് വിളിച്ചത്, മോനെ ഉപ്പാന്റെ കപ്പലിലേക്ക് കയറിക്കോ, ഇന്ന് ഈ കപ്പലല്ലാതെ വേറൊരു രക്ഷയില്ല. അപ്പൊ മോൻ ധിക്കാരത്തോടെ പറഞ്ഞ മറുപടി, വേണ്ട, നിങ്ങളെ കപ്പലൊന്നും എനിക്ക് ആവശ്യമില്ല. ഇന്നത്തെ മക്കൾ അങ്ങനെയാണല്ലോ. പിതാക്കന്മാരൊക്കെ മാതാപിതാക്കളൊക്കെ പഴഞ്ചന്മാരാണ്, അവർക്കൊന്നും തിരിയില്ല. ഞങ്ങൾക്കാണ് ലോകം തിരിഞ്ഞത്, ഞങ്ങൾക്ക് ഇന്റർനെറ്റ് അറിയാം. ഇവിടെ ഇരുന്നു കൊണ്ടൊരു വിരൽ തുമ്പ് കൊണ്ട് സെർച്ച് ചെയ്താൽ ഏത് രഹസ്യത്തിന്റെ കവാടങ്ങളും തുറക്കാൻ ഞങ്ങൾക്കാകും എന്നൊക്കെയുള്ള ഒരു ധിക്കാര ചിന്തയുമായിട്ടാണ് ഇന്നത്തെ പുതുതലമുറ കടന്നു പോകുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയാണ് ഞാൻ ഈ കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ ഈ നൂഹ് നബിയുടെ മകൻ അന്നേ പറഞ്ഞൊരു ധിക്കാരത്തിന്റെ മറുപടി, നിങ്ങളെ കപ്പലൊന്നും എനിക്ക് ആവശ്യമില്ല. ആ കാണുന്ന ഉയർന്നു കിടക്കുന്ന പർവ്വതമില്ലേ, അതിന്റെ മുകളിലേക്ക് കയറി ഞാൻ സ്നേഹമുള്ള വാപ്പ, ആ പിതാവിന്റെ സ്നേഹത്തിന്റെ അവസാനത്തെ ഒരു ഉപദേശം എന്നോണം പറഞ്ഞു, പൊന്നു മോനെ, ഇന്നൊരു മലയിൽ നിന്നെ രക്ഷപ്പെടുത്തൂല. ഇന്ന് അള്ളാഹുവിൽ വിശ്വസിച്ച് ഈ കപ്പലിൽ കയറിയവർക്ക് മാത്രമേ അഭയമുള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ കയറ് എന്ന് അവസാനത്തെ സ്നേഹത്തിന്റെ ഉപദേശം പോലെ ആ വെള്ളത്തിൽ മുങ്ങി ചത്തു എന്നാണ് കൃത്യമായ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മോൻ ഇങ്ങനെയാവാനുള്ള കാരണമാരെന്നറിയോ? അത് ഈ നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തില്ലേ, നൂഹ് നബിയുടെ ഭാര്യ ലോകാവസാനം വരെ വരുന്ന വഴിപിഴച്ച പെണ്ണുങ്ങൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞ നൂഹ് നബിയുടെ ഭാര്യയായ ഈ കൻആനിന്റെ ഉമ്മ, അവളാണ് ഈ മോൻ വഴിപിഴച്ചു പോകാൻ കാരണം. നൂഹ് നബി എത്ര വർഷം പ്രബോധനം നടത്തിയെന്നാ ഞാൻ പറഞ്ഞത്? 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തി. രാവിലെ എണീറ്റ് നൂഹ് നബി വാളിന് പോകും. ഭാര്യയുടെ അടുത്താണ്, ഉമ്മയുടെ അടുത്താണ് കൻആൻ എന്ന മോനുള്ളത്. അപ്പൊ മോനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കും, മോനെ, നിന്റെ വാപ്പാക്ക് ഭ്രാന്താണ്, നിന്റെ വാപ്പ നൂഹുണ്ടല്ലോ, നേരം വെളുക്കുമ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോകും,